കനത്ത മഴയിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. മലപ്പുറം ജില്ലയിൽ ഇന്ന് 35-ഉം കോഴിക്കോട് 30-ലേറെ വീടുകളും ഭാഗികമായി തകർന്നു. മലപ്പുറത്ത് 48 മണിക്കൂറിൽ 9.9 ഹെക്ടർ കൃഷി നശിച്ചു. 30 ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കോഴിക്കോട് താലൂക്കിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 36 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ഷഹദ് റഹ്മാൻ മലപ്പുറത്തുനിന്നും രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ഷഹദ് റഹ്മാനിലേക്കാണ് ആദ്യം. ഷഹദ്, എത്രത്തോളം വലിയ നാശനഷ്ടങ്ങളുണ്ട് ജില്ലയിൽ? ഷഹദ്. ഉന്മേഷ്, ഇന്നലെയും ഇന്നും പെയ്ത മഴയിൽ ഏകദേശം മലപ്പുറം ജില്ലയിൽ 35 വീടുകളാണ് ഭാഗികമായിട്ട് തകർന്നിട്ടുള്ളത്. എന്നാൽ പൂർണ്ണമായിട്ടും ഒരു വീടുകളും തകർന്നിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണക്ക്. 48 മണിക്കൂറിൽ 9.9 ഹെക്ടർ കൃഷിയാണ് നശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. 30,73,000 രൂപയുടെ നാശനഷ്ടമാണ് നിലവിൽ പ്രാഥമികമായിട്ട് കണക്കാക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. 33 അംഗ NDRF സംഘം നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം മഴ ശക്തമായ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ നിലമ്പൂരിലാണ് ഏറ്റവും കൂടുതൽ ഈ മഴയിൽ നാശം വിതയ്ക്കുകയും വെള്ളം കയറുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് മലയോര മേഖല കൂടിയായിട്ടുള്ള നിലമ്പൂരിൽ ഈ 33 അംഗ NDRF സംഘം ക്യാമ്പ് ചെയ്യുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ജില്ലയിൽ ലഭിച്ച ശരാശരി മഴയുടെ അളവ് എന്ന് പറയുന്നത് 82.2 mm ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രേക്ഷകർ അറിയേണ്ടത്, അല്ലെങ്കിൽ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജില്ലാ കളക്ടർ അറിയിക്കുന്നത്, ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ അതായത് നിലവിലെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല വിദ്യാർത്ഥികൾക്ക്. പക്ഷേ വ്യാപകമായിട്ട് വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ആ വ്യാജ വാർത്തകൾ കണക്കിലെടുക്കരുതെന്നും നാളെ എല്ലാവർക്കും പ്രവൃത്തി ദിവസമാണെന്നും ജില്ലാ കളക്ടർ ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നുണ്ട്. ഷഹദ് റഹ്മാനാണ് മലപ്പുറത്തെ വിവരങ്ങൾ നൽകിയത്. രാഹുൽ സുരേഷുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. രാഹുൽ, നിലവിൽ ജില്ലയിലെ സാഹചര്യം എന്താണ്? മഴക്കെടുതി എത്രത്തോളം രൂക്ഷമാണ് ജില്ലയിൽ? രാഹുൽ. ഉന്മേഷ്, നിലവിൽ കോഴിക്കോട് ജില്ലയിൽ മഴ മാറി നിൽക്കുകയാണ്. ഇടവിട്ടുള്ള മഴയാണ് കോഴിക്കോട് ജില്ലയിൽ പൊതുവെ തുടരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഉണ്ടായ കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന മഴക്കെടുതികളാണ് ഒരാശങ്കയായി ജില്ലയിൽ തുടരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് നാളെ കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതായി നേരത്തെ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു അറിയിപ്പ് എന്ന് പറയുന്നത്, നാളെ DTPCയുടെ കീഴിലുള്ള കോഴിക്കോട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും കോഴിക്കോട് നഗരത്തിലുള്ള സരോവരം പാർക്ക്, മറ്റൊന്ന് ഭട്ട് റോഡ് ബീച്ച്, കാപ്പാട്, അരീപ്പാറ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് നാളെ പ്രവർത്തിക്കില്ല എന്ന് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മഴയെ തുടർന്ന് ജില്ലയിൽ 30-ലധികം വീടുകൾ ഭാഗികമായി തകർന്നു എന്ന അറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം കോഴിക്കോട് താലൂക്കിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. അതിൽ 36 പേരെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. 39 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറിയതായുള്ള അറിയിപ്പ് കൂടി ജില്ലാ ഭരണകൂടം അറിയിക്കുന്നുണ്ട്. എന്നാലും പൊതുവെ മഴ മാറി നിൽക്കുകയാണ്. പക്ഷേ ഈ പുഴകളിലെല്ലാം തന്നെ ശക്തമായ നീരൊഴുക്കുമുണ്ട്. ഉന്മേഷ്. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.